ഇന്നില്ലേ ഞാനൊരു ടീ ടൈം സ്നാക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടാം എന്നോടൊപ്പം ആ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി. അതിനായിട്ട് വേണ്ടത് 1.5 കപ്പ് മൈദയാണ് കേട്ടോ. 1.5 കപ്പ് മൈദയും ഒരു 1/2 ടീസ്പൂൺ സോൾട്ടും അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ ഷുഗറും വേണം കേട്ടോ. പിന്നെ ആവശ്യത്തിന് വെള്ളം. പിന്നെ ഇതിൽ ചേർക്കാനുള്ള ദോശമാവുണ്ടല്ലോ, രാവിലെ ഉണ്ടാക്കുന്ന ദോശമാവോ ഇഡ്ഡലി മാവോ ഒരു 2 ടീസ്പൂൺ കേട്ടോ. അത്ര മാവെടുത്ത് വെച്ചിട്ട് ഈ മാവിനോടൊപ്പം ഇത് നന്നായിട്ടൊന്ന് ചേർത്ത് വെക്കണം. കുഴച്ച് വയ്ക്കുമ്പോൾ ഒത്തിരി ലൂസായിട്ട് തന്നെ കുഴച്ചെടുക്കും. റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ബാറ്ററാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനത്തെ ഒരു ബാറ്റർ, ഈ ഒരു ബാറ്റർ കിട്ടും. ചെറിയ കുമിള പോലെ രൂപപ്പെട്ടു ഇരിക്കും. ഇതാണ് അതിൻ്റെ പരുവം. ഒരു 2 hours വെച്ചേക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഇതിലേക്കില്ലയോ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചാൽ ഏത്തപ്പഴം എന്ന് പറയും, വാഴയ്ക്ക എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഈ ഷേപ്പ് തന്നെ ആവണം എന്നില്ല. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഇതിലൊരു 1/4 ടീസ്പൂണിന് താഴെ സോഡാപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. ഈ ബാറ്റർ കണ്ടല്ലോ, ചെറിയ കുമിളയൊക്കെ വന്നിട്ടുണ്ട്. ഈ ബാറ്റർ നന്നായിട്ടൊന്ന് മുക്കിയിടുക കേട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് വാഴയ്ക്കപ്പം. ഈസി ടു മേക്ക് ആണല്ലേ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ വല്ലപ്പോഴും കഴിയും. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ മാറ്റി വയ്ക്കാം. അപ്പം ചില കുട്ടികൾക്കൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ അവർക്ക് അറിയില്ല ഇത് കുക്കായോ ഇല്ലയോ. അപ്പോൾ കുക്കായോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഈ ബബിൾസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അഹവും പുറവും എല്ലാം നന്നായിട്ട് റെഡിയാവും. അപ്പോഴാണിത് ശരിക്കും കുക്കാവുന്നത്. തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു മാറ്റാം. ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ടിഷ്യൂ പേപ്പറിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ എണ്ണയെല്ലാം വാർന്നങ്ങ് പോവുകയും ചെയ്യും, എക്സ്ട്രാ മാറുകയും ചെയ്യും. നല്ല മുരുമുരായിരിക്കുന്ന വാഴയ്ക്കപ്പമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, നല്ല ക്രിസ്പിയാണ് ആയിട്ടിരിക്കുന്നത്. തണുത്താലേ തിന്നാനൊക്കെ ഉള്ളത്. നല്ല ചൂടാണ് കേട്ടോ. ചൂടിൻ്റെ അത് കൂടെ ചൂടാണ്. നന്നായിട്ടിരിക്കുന്നുണ്ട്. നല്ല ഫ്ലഫിയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയാണ്. നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കും വൺസ് ട്രൈ ചെയ്യാം കേട്ടോ.